Hi, yes, it's a question from electromagnetic waves. An electromagnetic wave of frequency 100 megahertz propagates through a medium of conductivity sigma equal to 10. The ratio of maximum conducting current density to maximum displacement current density is. ഓക്കെ അപ്പോൾ കറണ്ട് ഡെൻസിറ്റി നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, കറണ്ട് ഡെൻസിറ്റി കണ്ടക്ഷൻ കറണ്ട് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട്. അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ നോർമൽ കറണ്ട് ഡെൻസിറ്റി ദാറ്റ് ഈസ് ജെ സി എന്ന് കൊടുക്കാം. കണ്ടക്ഷൻ കറണ്ട് സിഗ്മ ഇ, ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. പലപ്പോഴും നമ്മൾ ഓംസ് ലോന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം, വെക്ടർ ജെ ഇസ് ഈക്വൽ ടു സിഗ്മ വെക്ടർ ഇ. ഓക്കെ, നൗ ഇതിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അപ്പോൾ ജെ സി മാക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ പീക്ക് വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നോ പ്രോബ്ലം. ഇനി നമുക്ക് വേണ്ടത് കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റിയാണ്. ഒരു കാര്യം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഐ ഡി ഈക്വൽ ടു എപ്സിലോൺ സീറോ ഡി ഫൈവ് ബൈ ഡി ടി. എപ്സിലോൺ സീറോ ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് എ. അപ്പോൾ എപ്സിലോൺ സീറോ എ dE by dt, dE by dt, epsilon 0 a dE by dt. Okay, that is equal to epsilon 0 a into d by dt of, നമുക്ക് എന്ത് എഴുതാം? E0 sin omega t, E0 sin omega t. Okay, that is equal to epsilon 0 a E naught ഒമേഗ കോസ് ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. E0 സൈൻ ഒമേഗ ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ, അപ്പോൾ നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കറന്റ് ഡെൻസിറ്റി ആയിട്ടില്ല. അപ്പോൾ ജെ ഡി എന്ന് പറയുമ്പോൾ ഐ ഡി ബൈ എ ആണ്. That is equal to epsilon 0 E0 omega cos omega t. Now JD max. That is equal to cos omega t ന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് വരാം ഒമേഗ എപ്സിലോൺ 0 ഇ നോട്ട്. ഇക്വേഷൻ നമ്പർ 2. യെസ്, ഇതിന്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ഇല്ല നമ്മളോട് ചോദിച്ചു. ജെ സി മാക്സ് ജെ ഡി മാക്സ് നോക്കൂ. മാക്സിമം കറന്റ് ഡെൻസിറ്റി ടു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ജെ സി ഡിവൈഡഡ് ബൈ ജെ ഡി മാക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ നോട്ട്. സിഗ്മന്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 10. E naught divided by omega value 2 pi nu. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 100 മെഗാഹെർട്സ് ആണ് തന്നത്. അപ്പോൾ മെഗാ ഫോർ 10⁻⁶, അപ്പോൾ 10⁸8. Then epsilon 0. Yes, നമുക്കറിയാം 1/4 പൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 9 × 10⁹ ആണ്. ഇവിടെ നമുക്കുള്ളത് 1/2 പൈ എപ്സിലോൺ 0 ആണ്. എന്ന് വെച്ചാൽ 1/4 പൈ എപ്സിലോൺ 0നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇ നോട്ടോടെ പോയി താഴെയും ഉണ്ട് കേട്ടോ. താഴെയും ഇ നോട്ട് ഉണ്ട്. ഇ നോട്ട് കട്ട് ചെയ്തു. ഇ നോട്ട് കട്ട്. യെസ്, സ്പേസ് കുറവുണ്ട്. യെസ്, നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 9 × 10⁻⁹. ഇത് 1/4 പൈ എപ്സിലോൺ 0. അപ്പോൾ 1/2 പൈ എപ്സിലോൺ 0 ആകുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ താഴെ ഉള്ളത് 10⁸8. യെസ്, നൗ നമുക്ക് 10⁸8ഉം 10⁻⁹ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 10 ബാക്കിയുണ്ട്. 2 × 9 18,
into 100. അപ്പോൾ 1800 is the final answer. 1800 അല്ലേ? Yes, it is 1800 is the final answer. 1800.